വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. അങ്ങനെ ശോഭന ചേച്ചിയുടെയും ലാലേട്ടനും ഒന്നിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ നമ്മൾ കാത്തിരുന്നു. അത് സംഭവിച്ചു. ആ സിനിമ ഞാൻ കണ്ടിട്ട് വന്നു. തുടരും മൂവി കണ്ടിട്ട് വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു ലൈക്ക് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഈ സിനിമ ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ അതൊരു ഫാമിലി മൂവി, ഒരു ടാക്സി, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു മൂഡിൽ പോണ ഒരു ഫാമിലി മൂഡിൽ പോകുന്ന ഒരു പടം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോയത്. കാരണം ട്രെയിലറിൽ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വലിയൊരു എന്താ പറയുക, ഒരു ഉന്മേഷം ഇല്ലാതെ ഒരു കോമഡി അങ്ങനെയൊക്കെ പോകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ പോയത്. പക്ഷേ സിനിമയ്ക്ക് പോയി കയറി ആ സിനിമ തുടങ്ങിയത് തന്നെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ നന്നായി വന്നു എന്ന് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം. അതിന് ശേഷമേ ഈ സിനിമ എങ്ങനെയായിരുന്നുള്ളൂ, എനിക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം കാണിച്ച ആ സംഭവം ഒരു ഗംഭീര സംഭവമാണ്. കേരള ജനതയെ മൊത്തം കരയിപ്പിച്ച ഒരു സംഭവത്തെ ഈ സിനിമയിൽ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. ആ കാണിച്ച വിഷ്വൽസൊക്കെ നന്നായിരുന്നു. അതിൻ്റെ ഗ്രാഫിക്സ്, എഡിറ്റിങ്, അതേപോലെ സിനിമാറ്റോഗ്രാഫി അതൊക്കെ നന്നായിരുന്നു. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ഷാജി കുമാറാണ് ചെയ്തിരിക്കുന്നത്. നന്നായി ചെയ്തിട്ടുണ്ട്. എഡിറ്റിങ് നന്നായി ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ സിനിമയുടെ മ്യൂസിക് കൊടുത്തിരിക്കുന്നത് ജേക്സ് ബിജോയാണ്. നല്ല കിടിലൻ മ്യൂസിക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ത്രില്ലിങ് വേണ്ട സ്ഥലത്ത് ത്രില്ലിങ്, അതേപോലെ കോമഡി പോലെയുള്ള ഭാഗത്ത് ഇതിൽ അങ്ങനെ വലിയ കോമഡിയൊന്നും ഇല്ല. പക്ഷേ അങ്ങനത്തെ ഒരു ചിരിക്കുന്ന മോഡലിലുള്ള ഭാഗത്തൊക്കെ അതിന് തരുന്ന പോലത്തെ മ്യൂസിക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെ പാട്ടുകളും നന്നായിട്ടുണ്ട്. കുറച്ച് പാട്ടുണ്ട്. അതുപോലെ ശാന്തമേ രാത്രി ആ പാട്ട് ഇതിൽ വീണ്ടും അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതും നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ തരുൺ മൂർത്തി, ഡയറക്ടർ ആൻഡ് സ്ക്രീൻ പ്ലേ തരുൺ മൂർത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഡയറക്ടർ എഡിറ്റിങ്, അതേപോലെ മ്യൂസിക്, പിന്നെ സിനിമാറ്റോഗ്രാഫി, പിന്നെ ഇതിലെ കഥാപാത്രങ്ങളെ അഭിനയിപ്പിക്കുന്ന കാര്യം, ഇതൊക്കെ അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കഥയുടെ കാര്യത്തിലേക്ക് ഞാൻ പിന്നെ വരാം. പിന്നെ ഇതിൻ്റെ കഥ ചെയ്തിരിക്കുന്നത് KR സുനിലാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും ചെയ്തിരിക്കുന്നത്. അതേപോലെ തരുൺ മൂർത്തിയും കൂടിയിട്ടാണ് സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ പിന്നെ വരാം. ഇതൊക്കെയാണ് ഈ സിനിമയിൽ നന്നായി വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൽ മറ്റൊരു സംഭവമുണ്ട്. ഈ സിനിമയ്ക്ക് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഒറ്റ ഒരാൾക്ക് വേണ്ടി നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. ഇതിലെ വില്ലൻ, എൻ്റെ അമ്മോ എന്തൊരു വില്ലനാണ്! ഞാൻ ഇങ്ങനെ ഒരു വില്ലനെ ഈ അടുത്ത സിനിമകളിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. വില്ലൻ എവിടെയൊക്കെ ചിരിച്ച് കളിക്കണോ, എവിടെയൊക്കെ ഡാൻസ് കളിക്കണോ, എവിടെയൊക്കെ മറ്റേ തന്ത്രങ്ങൾ കാണിക്കണോ, എവിടെയൊക്കെ ക്രൂരത കാണിക്കണോ, അതിലൊക്കെ പൊളിച്ച് അഭിനയിച്ച ഒരു വില്ലന് വേണ്ടി നിങ്ങൾക്ക് ഈ സിനിമ കാണാം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അമ്മാതിരി വില്ലനായിട്ട് പ്രകാശ് വർമ്മ അഴിഞ്ഞാടിയിരിക്കുകയാണ്. പ്രകാശ് വർമ്മയ്ക്ക് വേണ്ടി ഞാൻ പറയാം, ഈ സിനിമ നിങ്ങൾക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. അതേപോലെ ബിനു പാപ്പു, അദ്ദേഹം ഇതിൽ നല്ലൊരു വില്ലൻ വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വില്ലന്മാർക്ക് വേണ്ടി സിനിമയ്ക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം എന്ന് എൻ്റെ അഭിപ്രായത്തിൽ പറയുന്ന ആദ്യത്തെ മൂവിയായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. വില്ലന് വേണ്ടി നമുക്കിത് പോയിട്ട് കാണാം, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ കഥ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം തന്നെ ഈ സിനിമയിൽ നമ്മളെയൊക്കെ വേദനിപ്പിച്ച വലിയൊരു സംഭവം കാണിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ട്രെയിലറിൽ കാണിച്ച പോലെയൊന്നും അല്ലല്ലോ, ഇത് എന്തുമാതിരി ഒരു സംഭവം ഈ സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പുറകെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആ സംഭവവുമായി ബന്ധപ്പെട്ട് കുറേ സെൻറ്റിമെൻറ്റ്സ്, കാര്യങ്ങൾ അതൊക്കെ കൊണ്ടുവരും. കാരണം തീർച്ചയായിട്ടും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ സിനിമ പുരോഗമിച്ചതെങ്കിൽ കേരളം മുഴുവൻ കരഞ്ഞിട്ടുണ്ടാവും. കരയാതെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ്. അത് എന്താ ഞാൻ പറയുന്നില്ല കേട്ടോ, ഞാൻ കഥ പറയില്ല. കാരണം പറയുമ്പോൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ അതൊന്നുമില്ല സംഭവം. അതൊന്ന് കാണിച്ചതിന് ശേഷം മണ്ണിൻ്റെ ഉള്ളിൽ നിന്നൊരു സാധനം പൊങ്ങി വരണം ഈ സിനിമയുടെ കഥയ്ക്ക്.
അതിനു വേണ്ടി ഇത്രയും വലിയൊരു സംഭവത്തെ വിഷ്വൽ എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ട് ആദ്യം തന്നെ കാണിച്ചു. അതിനുശേഷം സിനിമയിൽ പിന്നെയും ആ ഭാഗം കാണിക്കുന്നുണ്ട്. അത് മണ്ണിൽ നിന്നൊരു സാധനം പൊന്തി വരാൻ വേണ്ടി മാത്രം. അതായത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടല്ല, ഈ സിനിമയുടെ കഥയുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് ഒരു സാധനം പൊന്തി വരാൻ വേണ്ടി ഇത്രയും വലിയൊരു വിഷയത്തെ ആരെങ്കിലും ഇങ്ങനെ എടുക്കുമോ? എനിക്കത് ഇഷ്ടമായില്ല. കാരണം അത് ഒരു മഹാസംഭവമാണ്. അതുമായി ബന്ധപ്പെട്ട ഒന്ന് കഥ പോയിരിക്കണം, അല്ലെങ്കിൽ ആ സംഭവമേ കാണിക്കരുത്. ഈ ഒരു സാധനം മണ്ണിന്ന് പൊന്തി വരണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവം കാണിച്ചാൽ മതി. അപ്പോൾ കഥ എഴുതിയ ആൾ എന്തേ ഇങ്ങനെ ആലോചിച്ചത്? അതൊരു സുഖമായില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനിയൊരു സിനിമ വരാൻ കേരളം മുഴുവൻ കാത്തിരിക്കുകയാണ്. പക്ഷെ അതല്ല ഇതിൽ സംഭവിക്കുന്നത്. കഥ വേറെയാണ്. എനിക്കത് ഇഷ്ടമായില്ല. വെറുതെ ആ സംഭവത്തെ തന്നെ ഒരു അവഹേളിക്കുന്ന രീതിയിൽ ഈ കഥയായിപ്പോയി. അങ്ങനെ എനിക്ക് തോന്നിയുള്ളൂ. അത് അത്രയും വലിയൊരു സംഭവമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പറയും. എനിക്കത് കണ്ടിട്ട് ദേഷ്യം വന്നു സത്യം പറഞ്ഞാൽ. ആ സംഭവം എന്തിനു ഈ സിനിമയിലേക്ക് വലിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്? ഒരാവശ്യമില്ലാതെ. എനിക്കത് ഇഷ്ടമായില്ല. പിന്നെ ഇതിൽ ഭാരതി രാജ സംവിധായകനെ കാണിക്കുന്നുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് തമിഴ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഈ സിനിമയിൽ ലാലേട്ടനുമായി ബന്ധപ്പെടുത്തി കുറച്ച് കാര്യം കാണിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ അത് അവസാനിച്ചു. അപ്പം ഈ കഥയുമായി ബന്ധപ്പെട്ടിട്ട് അതിലെന്ത് മാറ്ററാണ് വന്നത്? ഇത് ശരിക്ക് ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് കേട്ടോ. അങ്ങനെ ഒരു ജോണറിൽ പോണ മൂവിയാണ്. നമ്മൾ വിചാരിച്ച പോലെ ഫാമിലിയിൽ ലാലേട്ടൻ്റെ ശോഭന ചേച്ചിയുടെ ആ പണ്ടത്തെ സംഭവങ്ങളില്ലേ, ശോഭന ചേച്ചിയുടെ ആ പിക്രസ്, ഗോഷ്ടി, അങ്ങനത്തെ ഒരു കുസൃതിയൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷേ ഉറങ്ങിപ്പോയി. അതൊന്നും അത്രയൊന്നുമില്ല. കാരണം ഇതിൻ്റെ കഥ അങ്ങനെയാണ്, ആ രീതിയിലാണ് പോകുന്നത്. പക്ഷേ എന്നാലും ഇതിൽ ഫാമിലി മാറ്റേഴ്സ് കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. അത് രസമൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ ഇല്ല പറയുന്നില്ല. ഫാമിലി മാറ്റേഴ്സൊക്കെ ലാലേട്ടനും ശോഭന ചേച്ചി, അതേപോലെ അവരുടെ മക്കളായിട്ട് പവി, പിന്നെ വേറൊരു മോളുണ്ട്, അതൊക്കെ നന്നായിട്ടുണ്ട്. മണിയമ്പിള്ള രാജു ഇവരൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ഇർഷാദ് അലി ഇവരൊക്കെ അതിൽ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ശോഭന ചേച്ചിയുടെ അത്രയും സംഭവങ്ങൾ ഇതിൽ വന്നില്ല. എന്നാലും ഒരു ഫാമിലി കഥയായിട്ട് അത് മുന്നോട്ട് പോയി. പിന്നെ നോക്കുമ്പോൾ ആ കഥയും അല്ല ഈ സിനിമയിൽ. ഫാമിലി കഥ പറഞ്ഞാൽ അതിലൊരു ലെവലിൽ അങ്ങനെ പോകണ്ടേ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു കുടുംബ ട്രാജഡിയുടെ ലെവലിൽ ഒരു ദുരന്ത ഒരു കഥ പോലെ അങ്ങനെ പോവുകയാണ്. എന്നിട്ട് ഇതിൽ ലാലേട്ടൻ നായകനായിട്ടുണ്ട്. അപ്പം ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് വലിയ വലിയ സംഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ലാലേട്ടനാണ് ഇതിൽ നായകൻ, പറയണോ പിന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ സംഭവം ഇപ്പം വരും എന്ന് പറഞ്ഞ് നോക്കിയാൽ അദ്ദേഹം ഇപ്പം റൈസാകും എന്ന് നോക്കിയാൽ എവിടെ? അദ്ദേഹത്തിന് റൈസാകാൻ ഈ കഥയിൽ അവസാനം മാത്രമേ ചാൻസ് കൊടുത്തിട്ടുള്ളൂ. ആ ഇടയിലൊന്നും അദ്ദേഹത്തിന് റൈസാകുന്ന പോലെയുള്ള ഒരു കഥയല്ല ഇത്. എന്നാലും ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ ഭാഗം എങ്ങനെയാണോ ഈ കഥയെ കൊടുത്തിരിക്കുന്നത് അത് ഫുള്ളി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കഥ ഇങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവസാനം ഞാൻ പറഞ്ഞ പോലെ അവസാനം ഈ വില്ലനും ലാലേട്ടനും ചേർന്നിട്ടുള്ള സംഭവത്തിൽ ആ വില്ലൻ ഒന്ന് താഴ്ന്നു കൊടുക്കണമല്ലോ അവസാനമാകുമ്പോൾ. അതൊക്കെ പുള്ളി ഒന്നും പറയാല്ല പ്രിയപ്പെട്ടവർ. ഞാൻ വില്ലനെ കണ്ടിട്ട് അന്തം വിട്ടുപോയി. പ്രകാശ് വർമ്മ പൊളിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അമൽ ഡേവിസ് ഇതിൽ വരുന്നുണ്ട് കുറച്ച് നേരത്തേക്ക്. അപ്പോൾ കക്ഷിയുടെ കുറേ സംഭവം ഉണ്ടാവും, അങ്ങനെ ഫാമിലി മാറ്റർ എന്ന് ഞാൻ വിചാരിച്ചു. അതും ഇല്ല. കക്ഷി വന്ന സമയത്ത് കുറച്ച് സംഭവമുണ്ട്, പക്ഷേ പുള്ളിക്കും കഥയിൽ കുറേ കോമഡിയും കാര്യങ്ങളൊന്നും ഇല്ല. ബ്രൊമാൻസിൽ വന്ന പോലെയൊന്നും അമൽ ഡേവിസിന് ഇതിൽ കോമഡി ഇല്ല. അപ്പോൾ കഥ കൊണ്ട് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ ഉറങ്ങിപ്പോയി. അതാണ് സംഭവിച്ചത്. ലാലേട്ടനെ ഒന്നും ഞാൻ കുറ്റം പറയില്ല, അദ്ദേഹം മഹാനടനാണ്. അദ്ദേഹത്തിന് ആദ്യം മുതലേ റേസിങ് കൊടുക്കണമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 1.5 മണിക്കൂറായി സിനിമ പുരോഗമിക്കുന്നു, എന്നിട്ടും പ്രധാന വിഷയത്തിലേക്ക് വന്നിട്ടില്ല. സിനിമ 2.25 മണിക്കൂർ ഉണ്ട് കേട്ടോ. അപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം ആ വിഷയം ക്രൈം ത്രില്ലർ കാര്യങ്ങൾ വന്നെങ്കിലും പിന്നെയും അതിൽ തന്നെ ഇങ്ങനെ പോവാണ്. പക്ഷെ അവിടെ ഒരു വിഷയം എന്താ വെച്ചാൽ വില്ലന് അഴിഞ്ഞാടാനുള്ള ചാൻസ് ഡയറക്ടർ കൊടുത്തിട്ടുണ്ട്. അതങ്ങേര് ശരിക്ക് പ്രകാശ് വർമ്മ മുതലാക്കിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമ കഥ കൊണ്ട് എനിക്ക് വലിയ ഇത് തോന്നിയില്ല. കാരണം ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങളെ വലിച്ചിട്ടിട്ട്, ഒരു വലിയ സംഭവങ്ങളെ വലിച്ചിട്ടിട്ട് എത്തും തുമ്പും ഇല്ലാത്ത പോലത്തെ അങ്ങനെ മൂവ് ആവുകയാണ്. ആദ്യം ഫാമിലി കഥ പോലെ പോണു, പിന്നെ ഇടയിൽ കോമഡി കാണിക്കുന്നു, ഫസ്റ്റ് തന്നെ നമ്മളൊക്കെ ചിന്തിച്ച ഒരു ഭയങ്കര സംഭവം കാണിക്കുന്നു. പക്ഷെ ഇതൊന്നും അല്ലാതെ സിനിമ എവിടെയോ എത്തിയിട്ട് അവസാനിക്കുന്നു. അപ്പോൾ എനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല. പക്ഷേ വില്ലന് വേണ്ടിയിട്ടും ലാലേട്ടൻ്റെ അവസാനത്തെ ആ സംഭവത്തിന് വേണ്ടിയിട്ടും പിന്നെ ഇതിലെ
ശോഭന ചേച്ചിയൊക്കെ ഉണ്ട് എന്നുള്ളതിനും വേണ്ടിയിട്ട് ഈ സിനിമ കാണാം. അത്രേ എനിക്ക് പറയാനുള്ളൂ.